പാലക്കാട് പീഡനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പീഡനത്തിനിരയായ ഒരു കുട്ടിയുടെ പ്രതികരണം നമുക്ക് ആദ്യം കേൾക്കാം. ഫസ്റ്റ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചത് പരമഗുരു എന്താണെന്നുള്ളതായിരുന്നു. അവിടെ ബോർഡിൽ എഴുതി വെച്ചതായിരുന്നു പരമഗുരു എന്ന് പറഞ്ഞിട്ട്. പരമഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ അറിയാൻ കഴിവുള്ള ഒരാളാണ് പരമഗുരു. ഈ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പരെ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്തിട്ട് പറയും മനസ്സറിയാൻ വേണ്ടിയിട്ടാണ്, ഹാർട്ട് ബീറ്റ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ബ്രീത്തിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രസ്റ്റിൽ പിടിക്കും. പിന്നെ നിപ്പിളിൽ മാത്രമായിട്ട് പിടിക്കും. എന്നതിന് ശേഷം പിന്നെ ഡ്രസ്സിൻ്റെ താഴെ കൂടെ പിടിക്കാൻ തുടങ്ങി. പിന്നെ പല ഭാഗത്തും, ശരീരത്തിൻ്റെ പല ഭാഗത്തും പിടിക്കാൻ തുടങ്ങി. ജനനേന്ദ്രിയത്തിൽ തലോടുക, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ തുടങ്ങി. അതിന് പുറമെയാണ് ഞാൻ പിന്നെ ക്ലാസ് നിർത്തി പോരലുണ്ടായത്. എല്ലാ കുട്ടികളുടെ ഇടയിലും ചെയ്യും, എല്ലാവർക്കും ഉള്ളതാണ് ഈ അനുഭവം. പക്ഷെ ആർക്കും മനസ്സിലാവില്ല ഇതിങ്ങനെയാണ്, ഇതെന്താണെന്നുള്ളത്. ഇതൊരു കരാട്ടയുടെ ഭാഗമാണ്, ശരീരം വെച്ചിട്ടുള്ള കളിയാണ്. പല സ്ഥലത്തും ടച്ച് ചെയ്യേണ്ടി വരും, പലർക്കും പരിക്കുണ്ടാകും. അപ്പോൾ അതൊക്കെ ശുശ്രൂഷിക്കേണ്ടി വരും. ഒരു കരാട്ട അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ, കൗൺസിലർ, ഡോക്ടർ, ഇങ്ങനെയാണ് പഠിപ്പിക്കുക. അപ്പോൾ ഡോക്ടർ ആകുമ്പോൾ പല ഭാഗത്തും ടച്ച് ചെയ്യേണ്ടി വരും. പിന്നെ എന്നെ പേഴ്സണലി താഴേക്ക് ഒറ്റയ്ക്ക് വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം വാഴക്കാട് കരാട്ടെ പരിശീലനത്തിന്റെ മറവിൽ ശാരീരികവും മാനസികവുമായി പീഡനം നേരിടേണ്ടി വന്ന ഒരു കുട്ടിയുടെ തുറന്നു പറച്ചിലാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. ചാലിയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് കരാട്ടെ പരിശീലകന്റെ ചെയ്തികൾ പുറം ലോകമറിഞ്ഞത്. കരാട്ടെ പരിശീലകൻ സിദ്ദിഖ് അലിക്കെതിരെ കൂടുതൽ പേർ സമാന ആരോപണവുമായി രംഗത്തെത്തുകയാണ്. പരിശീലനത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഇയാൾ പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം സ്പർശിക്കുന്നത് പതിവാണെന്നാണ് ഈ കുട്ടി പറഞ്ഞത്. താൻ പരമഗുരുവാണെന്നും എന്തിനും സ്വാതന്ത്ര്യമുണ്ടെന്നും പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടികളെ പീഡിപ്പിക്കാറുള്ളത്. പ്രതിക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും അയാളുടെ സ്വാധീനം മൂലം എല്ലാം ഒതുക്കി തീർക്കുകയായിരുന്നു. വാഴക്കാട്ട് പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സിദ്ദിഖ് അലിക്കെതിരായ പരാതികൾ അത് എത്രത്തോളം ഗൗരവത്തിലെടുക്കേണ്ടതാണ് എന്ന് നോക്കാം. സാദിദ് അജ്മൽ വിശദീകരിക്കും. 17 വയസ്സുള്ള പെൺകുട്ടി പുഴയിൽ ചാടി മരിച്ചതിന് ശേഷമാണ് വളരെയധികം ദുരൂഹതകൾ നിറഞ്ഞ പല കാര്യങ്ങളും വരുന്നത്. നമ്മൾക്ക് ഒറ്റ കേൾവിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഞെട്ടലുളവാക്കുന്ന പല കാര്യങ്ങളുമാണ് സിദ്ദീഖ് അലി എന്ന കരാട്ട പരിശീലകന്റെ ഭാഗത്ത് നിന്ന് നിരവധി ആളുകൾക്ക് ഉണ്ടായത്. വാർത്താശേഖരണത്തിന്റെ ഭാഗമായി നിരവധി പേരുമായി സംസാരിക്കുകയും അതുപോലെ തന്നെ 2 പേരുടെ അഭിമുഖമെടുത്തു. ഇവരിൽ നിന്നെല്ലാം ലഭിക്കുന്നത്, ഇവരെല്ലാം പറയുന്നത് തന്നെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്. ഈ കുട്ടികളെ ഈ ശാരീരികമായി പീഡിപ്പിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവകരമാണ് എന്നതിൽ സംശയമില്ല. പല കുട്ടികളും നേരത്തെ പരാതി കൊടുത്തിരുന്നു. ഇന്ന് നമ്മോട് സംസാരിച്ച കുട്ടി പരാതി കൊടുത്തിരുന്നു. ആ കുട്ടി 2 മാസത്തോളമാണ് പോയത്. ആ കുട്ടിയുടെ അനുഭവം പൂർണ്ണമായി തന്നെ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ ശരീരത്തിൽ സ്വകാര്യ ഭാഗങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം സ്പർശിക്കുന്നുണ്ട്. അവസാനം ഇത് സഹിക്കവയ്യാതെ കുട്ടി അവിടെ നിന്ന് പോയി മറ്റ് കരാട്ടെ ക്ലാസ്സുകളിൽ ചേർന്നപ്പോഴും ഈ കുട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മെഡൽ നേടിയപ്പോഴും ഈ കുട്ടിയെ അവസാനം ഈ കരാട്ട അസോസിയേഷനിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നുമെല്ലാം തന്നെ നിരോധിക്കാൻ, അവർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ വേണ്ടി ഈ സിദ്ദീഖ് അലി ശ്രമിച്ചു. ഇതിന് പിന്നാലെയാണ് ഇവർ കേസ് കൊടുക്കുന്നത്. പക്ഷേ കേസ് കൊടുത്തപ്പോൾ ഇവരുടെ കൂടെയുള്ള ആളുകൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ സിദ്ദീഖ് അലിയുടെ ആളുകൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ മകൾ പഠിക്കുന്ന കോളേജിൽ നിന്നും തിരിച്ചെത്തില്ല, ഈ സിദ്ദീഖ് അലിയുടെ മകനോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും അപായപ്പെടുത്തും തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ ഈ പരാതി പിൻവലിക്കുന്നത്. ആ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ സിദ്ദീഖ് അലി ജയിലിലാവുകയും ഈ 17 വയസ്സുകാരിയുടെ മരണം സംഭവിക്കില്ലായിരുന്നു. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി സമൂഹത്തിന് വലിയ ജാഗ്രത ഈ കാര്യത്തിൽ വേണം. ഈ പെൺകുട്ടിയുടെ മരണത്തിലും ദുരൂഹതയുണ്ട്. ഈ മേൽവസ്ത്രം ചുരിദാർ ആയിരുന്നു. ആ ചുരിദാർ അഴിച്ച് വെച്ച ശേഷം ഈ കുട്ടി പുഴയിലേക്ക് എടുത്തു ചാടി എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുട്ടിയുടെ മരണം കൂടി സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിൽ മറ്റെന്തെങ്കിലും ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന്
മനസ്സിലാക്കാൻ കഴിയൂ. ഇപ്പോൾ ഇയാളുടെ പരിശീലനം നേടിയ പല കുട്ടികളും ഒരുപക്ഷെ ഈ 17-കാരിയുടെ മരണത്തിന് പിന്നാലെയായിരിക്കും തങ്ങൾ ഇത്രയും കാലം ചൂഷണത്തിന് വിധേയമാവുകയായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നത്. ഈ രീതിയിൽ കുഞ്ഞു കുട്ടികൾ 6ഉം 7ഉം വയസ്സുള്ള കുട്ടികൾ മുതൽ അവിടെ പരിശീലനത്തിന് എത്തുന്നുണ്ട്. അതിൽ ചെറിയ 4 വയസ്സുള്ള കുട്ടികൾ വരെ ഉണ്ട്. ആ കുട്ടികൾക്ക് മുതൽ ഇയാൾ പകർന്നു നൽകുന്നത് താൻ പരമഗുരുവാണ് എന്നും പരമഗുരുവിന് പരമമായി സമർപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകൂ എന്നുള്ളതാണ്. ഇത്തരം ഒരു അപരിഷ്കൃതമായ രീതിയിൽ ഈ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും കുട്ടികളെ പീഡനത്തിന് വിധേയമാക്കുകയുമാണ് ചെയ്തത്. അതിൽ മനംനൊന്താണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ മരണത്തിൽ തന്നെ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചും എന്തായാലും വിദഗ്ധമായ അഭിപ്രായങ്ങൾ വേണം. ഇത്തരം പരിശീലനങ്ങൾ നടത്തുന്ന സ്ഥലത്ത് രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളുടെയും ഒരു ജാഗ്രത ഉണ്ടാവണം, അവരുടെ ഒരു നോട്ടം ഉണ്ടാകണം എന്നതുകൂടി ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യെസ്, അതാണ്. ഏറെ നാളായി അല്ലെങ്കിൽ കാലങ്ങളായി തന്നെ ഒരാൾ പരിശീലനത്തിന്റെ മറവിൽ കുട്ടികളെ പീഡിപ്പിക്കുകയാണ്. എന്നിട്ടും ഒരു പെൺകുട്ടിയുടെ മരണം വേണ്ടി വന്നു ഇവിടെ അയാൾക്കെതിരെ, അതായത് പ്രതിയായ സിദ്ദിഖ് അലിക്കെതിരെ പരാതി ഉയരാൻ. ശാരീരികമായുള്ള പീഡനങ്ങളും മോശം പെരുമാറ്റങ്ങളുമൊക്കെ നമ്മുടെ കുട്ടികൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണോ, അതോ കുട്ടികളുടെ പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ പോവുകയാണോ? എന്താണ് സംഭവിക്കുന്നത് എന്ന് പീഡിയാട്രിക് സൈക്കോളജിസ്റ്റായ ഡോക്ടർ രാഹുൽ ലാർ വിശദീകരിക്കും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട സാമൂഹികമായൊരു വിഷയമാണ്. നമ്മൾ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇതിൻ്റെ കാരണങ്ങൾ നോക്കുമ്പോൾ മുൻപ് ഈ കുട്ടിക്കുണ്ടായ അനുഭവങ്ങൾ വന്നപ്പോൾ അത് പറഞ്ഞവരിൽ നിന്ന് വേണ്ടത്ര ഒരു കാര്യക്ഷമമായ സപ്പോർട്ട് കിട്ടാതെ വരികയും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് കുട്ടിക്ക് ഒരു കൃത്യമായ ഗൈഡ് ലൈൻസ് കൊടുക്കപ്പെടാതെ വരികയും ചെയ്യുമ്പോൾ കുട്ടികൾ ഇതിനെക്കുറിച്ച് പറയാനൊരു മടി കാണിക്കുന്ന ശീലം കാണാറുണ്ട്. ഈവൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ പോലും ബന്ധുക്കളുടെ അടുത്ത് നിന്ന് പോലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുമ്പോഴോ പീഡന ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പ്രതികരിച്ചു കഴിഞ്ഞാൽ സ്വന്തം പാരൻസ് പോലും ഇതിനെ അങ്ങനെ ഉറക്കെ പറയണ്ട എന്നൊരു സന്ദേശമാണ് അവരുടെ ഇടപെടലിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും പലപ്പോഴും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ശീലമായി വരുമ്പോൾ കുട്ടികൾക്ക് ഇത് പറയേണ്ടതല്ല, ഇത് നിസ്സാരമാക്കി കാണേണ്ടതാണ് എന്ന് ചില കുട്ടികളുടെയൊക്കെ മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അവിടെയാണ് ഈ നിയമം, നമ്മൾ ഈ കുട്ടികൾക്കെതിരെയുള്ള പോക്സോ ആക്റ്റൊക്കെ വളരെ സജീവമായിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയും ആ ബോധവൽക്കരണങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നടക്കുകയും കുട്ടികളുടെ ഇടയിൽ നന്നായിട്ട് നടക്കുകയും ഈവൻ പൊതു ഇടങ്ങളിൽ പോലും അത് നന്നായിട്ട് ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അമ്മ, അച്ഛൻ, അധ്യാപകരുപരിയായിട്ട് ഏതൊരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ്ങിനോടും ഒരു കുട്ടിക്ക് ഇത് പറഞ്ഞാൽ അതിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുക്കാൻ അയാൾ തയ്യാറാവുന്ന രീതിയിൽ നിയമബോധവൽക്കരണവും വളരേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതൊരു പ്രോപ്പർ പ്രോട്ടോക്കോളിലൂടെ പോകുമ്പോൾ ചില കുട്ടികൾക്കെങ്കിലും അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പാരൻസിന് അനുഭവിക്കേണ്ടി വരുന്ന ചില പ്രയാസങ്ങൾ, പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നിയമപരിരക്ഷ കൊടുക്കുന്നത് ഇവർക്ക് അത്രയും പ്രാധാന്യത്തോടു കൂടി ഇത് പറയാൻ കഴിയണം എന്ന പ്രാധാന്യത്തോടു കൂടി തന്നെ നിയമപരിരക്ഷ കൊടുക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞോ അറിയാതെ നമ്മുടെ മീഡിയ ഇൻഫ്ലുവൻസ്, എസ്പെഷ്യലി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കുട്ടികൾ കാണുന്ന റീലുകളായിക്കോട്ടെ, അത്തരം യൂട്യൂബ് ഷോർട്സിലായിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ഒരു 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 ടോക്സിക് ജനറലൈസേഷൻ കുട്ടികളിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല, ഇതെല്ലാം നമ്മൾ അങ്ങനെ എടുത്താൽ മതി എന്നൊരു ബോധ്യം അറിയാതെ കുട്ടികളിലേക്ക് വന്നു ചേരുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടികൾ നമ്മൾ ഇത്തരം ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ പലപ്പോഴും പറയുന്നത് ഈ യൂട്യൂബ് ഷോർട്സും റീൽസൊക്കെ വെച്ചുകൊണ്ടാണ് പല കാര്യങ്ങളെ അധികരിച്ച് കുട്ടികൾ പറയുന്നത്. ഇതിൽ ആകെ പറയാനുള്ളൊരു കാര്യം, നിയമബോധവൽക്കരണം കുട്ടികൾക്ക് വേണം. എന്താണ് ഈ നിയമമെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും ആ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നതെന്നും. 2, രക്ഷിതാക്കൾക്കും അവരുടെ കുട്ടികളെ ഡീൽ ചെയ്യുന്ന സ്കൂൾ അധികൃതർക്കും ഈ നിയമത്തിൻ്റെ എല്ലാ ബോധവൽക്കരണങ്ങളും കൂടുതൽ ശക്തമായി വേണം. അതിപ്പോൾ നടക്കുന്നുണ്ട്. 3-മത്തെ കാര്യം, കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം വീടുകളിലും സ്കൂളുകളിലെ അധ്യാപകരിലും കിട്ടുക എന്നുള്ളത്. ഒരു പേടിയോടുകൂടി അല്ല ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ കുട്ടിക്ക് രക്ഷിതാവിനെയോ അധ്യാപകനെയോ സമീപിക്കേണ്ട അവസരം ഉണ്ടാവേണ്ടത്. അത് തുറന്നു പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുകയും കേട്ട കാര്യത്തിന് ആവശ്യമായ ഒരു പിൻബലം, സപ്പോർട്ട് രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യുകയാണ് വേണ്ടത്. എങ്കിലാണ് കൂടുതൽ കുട്ടികൾ ഇത് പറയാൻ തയ്യാറായി മുന്നോട്ട് വരികയുള്ളൂ.
യെസ്, അതാണ് സൈക്കോളജിസ്റ്റായ ഡോക്ടർ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു തുറന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. പല രീതിയിലുള്ള അതിക്രമങ്ങൾ കുട്ടികൾക്ക് നേരെ ഇന്നത്തെ ലോകത്ത് ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെ അവർ തിരിച്ചറിയപ്പെടണം, അവർ അത് മനസ്സിലാക്കണം, അത് തുറന്നു പറയാനുള്ള ഒരു വേദി ഒരുക്കി നൽകണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും സമൂഹത്തിന് മുൻപാകെ അഡ്രസ്സ് ചെയ്യപ്പെടുകയുള്ളൂ, ഉയർന്നു വരികയുള്ളൂ, അതിന് ഒരു പരിഹാരം കാണാനും സാധിക്കുകയുള്ളൂ.